This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും പദ്ധതികളുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം സംഘടിപ്പിച്ചു. തേജസ്വിനിപ്പുഴയിലെ റിവർ റാഫ്റ്റിംഗിലൂടെ പഞ്ചായത്തിന് അർഹമായ വരുമാന വിഹിതം ലഭ്യമാക്കാൻ ടൂറിസം മന്ത്രിക്ക് നിവേദനം നൽകാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ 2 ഡോക്ടർമാരെ നിയമിച്ചു. ഡോക്ടർ ആദിഷ് ജെയിംസ് മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ രാഹില എന്നിവരാണ് പുതിയ ഡോക്ടർമാർ. നിലവിലുള്ള ഡോക്ടർ കവിത ഉൾപ്പെടെ ഇപ്പോൾ 3 ഡോക്ടർമാരുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. രോഗികളുടെ വർധന കണക്കിലെടുത്ത് OP സമയം വൈകുന്നേരം 6 മണി വരെ നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. കോലുവള്ളി ഗവൺമെൻറ് ഹോമിയോ ആശുപത്രി എന്നിവയ്ക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മേഖലയിൽ പുഴയോര ടൂറിസത്തിന് 5 കോടി രൂപയും ഇറിഗേഷൻ വകുപ്പിന്റെ പുഴ സംരക്ഷണത്തിന് 3 കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വകുപ്പ് തല ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ MLA ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ KD, ലീന വില്യം, ലളിത ബാബു എന്നിവർ പങ്കെടുത്തു. ചെറുപുഴ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം നമുക്കറിയാം, ചെറുപുഴ പഞ്ചായത്തിൻ്റെ പുളിങ്ങോം FHCയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ലാതെയായിട്ട് 2.5 വർഷത്തിന് മുകളിലായിരുന്നു. മലയോര മേഖലയുടെ ഏക ആശ്രയമാണ് പുളിങ്ങോം FHC എന്നുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും രാജഗിരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ പട്ടികജാതി പട്ടികവർഗക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് പുളിങ്ങോം FHC എന്നുള്ളത്. നിരന്തരമായി ഇതിനു വേണ്ടി പുതിയ UD സതീശൻ്റെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അതിലേക്ക് പ്രധാനമായി ഞങ്ങൾ വെച്ചിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു പുളിങ്ങോം FHCയിലേക്കൊരു സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു, നിവേദനം നൽകി. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനൊരു തീരുമാനമുണ്ടാക്കി തന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഒരു ഡോക്ടറെ നമുക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിച്ചു തരികയുണ്ടായി. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ 2 ഡോക്ടർ കൂടി ഒഴിവുണ്ടായിരുന്നു. കാലങ്ങളായി നമുക്ക് പുളിങ്ങോം മെഡിക്കൽ ഓഫീസറാണ് ആഴ്ചയിൽ 2 ദിവസത്തെ സേവനത്തിനായി അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200ഓളം രോഗികൾ ഒരു ദിവസം അവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ 2 താൽക്കാലിക ഡോക്ടർമാരുടെ ഒഴിവ് കൂടി ഉണ്ടായിരുന്നു. അതിനും ഒരു പരിഹാരമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ മെഡിക്കൽ DMOയുടെ അടുത്ത് പോയി നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഡോക്ടർ രാഹില എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൂടി നമ്മൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിട്ടു. ആ ഡോക്ടർക്കും ഇവിടെ പുളിങ്ങോം FHCയിലേക്ക് നിയമനം കിട്ടുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആ ഒരു FHC എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ 2.5 വർഷക്കാലം ഒത്തിരിയേറെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന് ഈ അവസരത്തിൽ നമ്മുടെ സർക്കാരിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായിട്ട് പുളിങ്ങോം FHCയിൽ ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് രോഗികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോവുകയും വിവിധങ്ങളായ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ച പോലെ പുളിങ്ങോത്ത് മെഡിക്കൽ ഓഫീസർ സ്ഥിരമായിട്ട് നിയമിക്കുക എന്നൊരു ആവശ്യമായിരുന്നു. വകുപ്പ് മന്ത്രി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഉടൻ തന്നെ അതിന് തീരുമാനമെടുക്കുകയും ഒരു മെഡിക്കൽ ഓഫീസർ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആശിഷ് ജെയിംസ് എന്ന മെഡിക്കൽ ഓഫീസറെ സ്ഥിരമായിട്ട് ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ഥിരമായിട്ട് ചെറുപുഴ സ്വദേശി തന്നെ ആയിട്ടുള്ള മറ്റൊരു ഡോക്ടറുടെ ഇപ്പം നിലവിൽ 2 സ്ഥിര നിയമനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പുളിങ്ങോം FHCയിൽ നിയമനം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഡോക്ടർ, നിലവിലുള്ള ഒരു ഡോക്ടർ കവിതയും കൂടെ ഇപ്പം നിലവിൽ അവിടെ ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചവരെ 1 മണി വരെയുള്ള OP ആവശ്യത്തിന് ഡോക്ടർമാർ ഉള്ളതുകൊണ്ട് 4 മണി വരെ എന്നുള്ള സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്.
അത് ഒരുപക്ഷെ രോഗികളുടെ എണ്ണം ഇനിയും കൂടുകയാണെങ്കിൽ അത് 6 മണി വരെ നീട്ടണമെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ട് വൈകിട്ട് 6 മണി വരെ നീട്ടാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അപ്പം മലയോര മേഖലയിലുള്ള നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി നിലയിൽ വന്ന ആദ്യം തന്നെ ഫസ്റ്റ് ഭരണസമിതി യോഗത്തിലെടുത്തൊരു തീരുമാനം, നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈമാസ് ലൈറ്റ് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് MP നമ്മുടെ വിവിധങ്ങളായ ഉന്നതികൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സ്ഥലത്തു നിന്ന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 5 ഹൈമാസ് ലൈറ്റുകൾ അന്ന് അനുവദിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കെ അന്ന് ആ 5 ഹൈമാസ് ലൈറ്റും നിരസിക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ, വിവിധങ്ങളായ പ്രദേശത്തെ ജനങ്ങൾ വലിയ അമർഷത്തിലായിരുന്നു. ഏതായാലും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വീണ്ടും ഒരുപാട് സ്ഥലത്തു നിന്ന് അപേക്ഷ വന്നു. അപേക്ഷ എല്ലാം കൂടെ 17 അപേക്ഷയാണ് നമ്മൾ ബഹുമാനപ്പെട്ട MPക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തു കൊടുത്തത്. വളരെ സന്തോഷകരം എന്ന് പറയട്ടെ, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്ത 17 മിനി ഹൈമാസ് ലൈറ്റും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾക്കായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം 17 ഹൈമാസ് ലൈറ്റ് വരുന്ന മാസങ്ങളിൽ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വാർഡുകളിൽ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അത് നമ്മുടെ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 8 കോടി രൂപയാണ് ചെറുപുഴ പഞ്ചായത്ത് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഏറ്റവും വലിയ സാധ്യതയുള്ള റിവർ റാഫ്റ്റിംഗ് സംവിധാനം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് കഴിഞ്ഞാൽ ചെറുപുഴ പഞ്ചായത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് മാറാൻ ഇന്ന് വകുപ്പ് മന്ത്രിയെ കാണാൻ നാളെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്ത് അതിനും ഒരു തീരുമാനം ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. നാളെ തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ വർക്കുകളെല്ലാം നടത്തി കഴിഞ്ഞു. അപ്പോൾ അനുകൂലമായൊരു തീരുമാനം അതിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മാസം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലും വനം വകുപ്പ് മന്ത്രിനെ കണ്ടപ്പോൾ ഫെൻസിങ്ങുമായിട്ട് നിവേദനം കൊടുത്തിരുന്നു. അതിൻ്റെ ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ 11 മണിക്ക് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം മലയോര മേഖലയിൽ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിനൊരു സ്ഥലം ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട്. അത് നാളത്തെ വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് അതും അദ്ദേഹം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് അതിൻ്റെ തുടർ നടപടിയായിട്ട് അത് മുമ്പോട്ട് പോകും. ഏകദേശം അത് ഈ വ്യാഴാഴ്ച അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ ടീമുകൾ ഈ വ്യാഴാഴ്ച പഞ്ചായത്തിലെത്തുകയും പ്രസ്തുത സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ അനുകൂലമായ റിപ്പോർട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോലുവള്ളിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ അതിനും ആവശ്യമായ ബന്ധപ്പെട്ട ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തുകയും അതും തുടർ നടപടികൾക്കായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്ത ഏകദേശം 10ഓളം അപേക്ഷകളിൽ അതിന് കൃത്യമായ വകുപ്പ് മന്ത്രിമാരിൽ നിന്നും വകുപ്പ് തലങ്ങളിൽ നിന്നെല്ലാം കൃത്യമായ റിപ്പോർട്ടുകൾ പഞ്ചായത്തിലോട്ട് വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള സന്തോഷം. അത്തരം കാര്യങ്ങളിലെല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920775 777.